പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നാണ് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇന്ന് പറഞ്ഞത്. ഈ കേട്ട അശ്ലീലം പറച്ചിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. താഴ്വരയിൽ ഭീകരതയുടെ വെടിമരുന്നും വെടിയുണ്ടകളും നമ്മുടെ ജീവനുകളെ കവർന്ന കാലത്തെല്ലാം അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇത് തന്നെയാണ്. ഇന്നത്തെ കാശ്മീരിനെ കലുഷിതമാക്കുന്നത് വിഘടനവാദമല്ല, സ്പോൺസേഡ് തീവ്രവാദം മാത്രമാണെന്നതിന് ഇന്നും അവിടുത്തെ തെരുവുകളിൽ പ്രതിഷേധമുയർത്തിയ സാധാരണക്കാരുടെ ദൃശ്യം സാക്ഷ്യം പറയുന്നുണ്ട്. 3 പതിറ്റാണ്ടിലേറെയായി ഭീകരർക്ക് സഹായം ചെയ്യുന്നുണ്ടെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് പറഞ്ഞത്. എന്തൊരു നാണം കേട്ട തുറന്നു പറച്ചിലാണിത്. കയ്യിൽ ആണവായുധം ഇരിപ്പുണ്ടെന്ന് ഇന്ത്യ ഓർക്കണമെന്നും ഭീഷണിയുണ്ട്. പാകിസ്ഥാൻ പറയുന്ന നെറികെട്ട ന്യായങ്ങളും പ്രതിരോധങ്ങളും എന്തെല്ലാമാണെന്ന് ആദ്യം കാണാം. RDX റാപ്പ് 59 സെക്കൻഡിൽ. ഭീകരരെ പുകഴ്ത്തി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തിന് പിന്നാലെയാണ് പകച്ചുപോയ പാകിസ്ഥാൻ പരസ്യമായി ഭീകരരെ പ്രീണിപ്പിക്കുന്നത്. പാക് വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഇന്ന് പ്രകോപന പ്രസ്താവനകൾ നടത്തി. ഒരാൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ പുകഴ്ത്തിയപ്പോൾ മറ്റേയാൾ പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കാറുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. പഹൽഗാമിന് മറുപടി നൽകുന്നതിന് മുൻപേ പാകിസ്ഥാൻ ആണവശക്തിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. ആക്രമണത്തിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്ന ഇന്ത്യൻ നിലപാട് ശരിവെക്കുന്നതാണ് ഉന്നത തലത്തിൽ നിന്നു തന്നെയുണ്ടായ ഈ പ്രസ്താവനകൾ. കടുത്ത നടപടി സ്വീകരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പാകിസ്ഥാൻ സെനറ്റ് ഇന്ത്യക്കെതിരെ പ്രമേയവും പാസാക്കി. ആക്രമണത്തിൽ പങ്കില്ലെന്നും ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്നെന്നുമാണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം. പാക് പത്രങ്ങളും ഇന്ത്യക്കെതിരെ നിലപാട് ശക്തമാക്കി. സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രകോപനത്തിനെതിരെ മാധ്യമങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതി. സുരക്ഷാ വീഴ്ച മറയ്ക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനുമേൽ കുറ്റം ചുമത്തി രക്ഷപ്പെടുകയാണെന്നാണ് വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ ആക്രമണത്തിന് ശേഷവും നിരുത്തരവാദപരമായ നാണംകെട്ട പ്രസ്താവനകളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പലതും ഭീകരരെ പുകഴ്ത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പാകിസ്ഥാന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ തന്നെ പുകഴ്ത്തുന്നു എന്ന സങ്കടകരമായ കാര്യം. ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നാണ് പാക് ഉപപ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ട് ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകും. സിന്ധു നദീജല കരാർ റദ്ദാക്കൽ അംഗീകരിക്കില്ല എന്നുമാണ് ഇഷാഖ് ദർ ഇന്ന് പറഞ്ഞത്. ഭീകരരെ സഹായിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി ഇന്നുണ്ടായി എന്നുള്ളതാണ്. ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകിയെന്ന് പാക് പ്രതിരോധ മന്ത്രിയാണ് സമ്മതിച്ചത്. 3 പതിറ്റാണ്ടായി ഈ വൃത്തികെട്ട പണി ചെയ്യുന്നുണ്ടെന്നും ഖവാജ ആസിഫ് പറഞ്ഞു. അമേരിക്കയ്ക്കും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് ഭീകരവാദികളെ സഹായിക്കുന്നത്. ഇന്ത്യയിൽ ആക്രമണം നടത്തിയ TRFനെ പറ്റി പാകിസ്ഥാൻ കേട്ടിട്ടില്ല. പാക് പൗരന്മാരെ ആക്രമിച്ചാൽ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതരായിരിക്കില്ല. പാകിസ്ഥാൻ ആണവായുധമുള്ള രാജ്യമാണെന്ന് ഇന്ത്യ ഓർക്കണമെന്നും ഖവാജ ആസിഫ് ഇന്നിപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രകോപനം പ്രമേയത്തിലൂടെയും സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആരോപണങ്ങൾ തള്ളുകയാണ് പാകിസ്ഥാൻ സെനറ്റ് ചെയ്തത്. സെനറ്റിന്റെ പ്രമേയമുണ്ടായി. ഭീകരാക്രമണത്തെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. പാക് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഇന്ത്യ നീക്കം നടത്തുന്നു. ഇന്ത്യയുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. ഫ്ലാഗ് മീറ്റിംഗ് നടത്തിയുള്ള മോചന ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനവുമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത് പാക് പ്രകോപനവും ഉണ്ടായി. ഇതിനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു ഇന്ത്യൻ സേന. പാക് മാധ്യമങ്ങളും ഇന്ത്യക്ക് എതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരക്ഷാ വീഴ്ച ഇന്ത്യ പാകിസ്ഥാനുമേൽ കെട്ടിവയ്ക്കുന്നു എന്നാണ് പാക് മാധ്യമങ്ങൾ പറഞ്ഞത്. മിനിറ്റുകൾക്കകം തെളിവൊന്നുമില്ലാതെ ഉത്തരവാദിത്വം പാകിസ്ഥാനുമേൽ കെട്ടിവെച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ യുദ്ധത്തിനായി മുറവിളി കൂട്ടുന്നു എന്നുമുള്ള വിമർശനമുണ്ട്. പാക് പൗരന്മാരുടെ രക്തം വേണമെന്ന് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആഹ്വാനം ചെയ്യുന്നു. സിന്ധു നദീജല കരാർ ഉപേക്ഷിക്കുമെന്ന ഭീഷണി നിസ്സാരമായി കാണാനാവില്ല. ജലം തടയാനുള്ള നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നും പാക് പത്രങ്ങൾ പറയുന്നു. ജനങ്ങളുടെ മൗലികാവകാശം നിഷേധിക്കുന്നത് തുടർന്നാൽ കാശ്മീരിൽ സംഘർഷം തുടരും. പന്ത് ഇന്ത്യൻ കോർട്ടിലാണ്. ഇനിയും മോശമാക്കിയാൽ കാശ്മീർ നശിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് പാകിസ്ഥാൻ നൽകുന്നത്. സനീഷ, ഇതിപ്പോൾ ഈ ആക്രമണമെല്ലാം നടത്തിയതിന് ശേഷവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പാകിസ്ഥാനും പാക് മാധ്യമങ്ങളും ഒക്കെ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുമ്പോൾ ഇരുപക്ഷത്തും മാധ്യമങ്ങൾ കുറെ കടുത്ത പ്രയോഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതികരണമൊക്കെ നമുക്ക് വിട്ടുകളയാം. അതിനപ്പുറത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് കേട്ടാൽ ഞെട്ടുക അല്ലേ മാർഗമുള്ളൂ. നിശ്ചയമായിട്ടും ഇവരുടെ കയ്യിലല്ല ഈ കാര്യങ്ങളെന്ന് തോന്നുന്നു. ഇവര് ആഭ്യന്തരമായിട്ട് ഇപ്പോൾ ഒരാൾ പറയുന്നു
സ്വാതന്ത്ര്യ സമരമാണിത്, സ്വാതന്ത്ര്യ സമര സേനാനികളാണിത് എന്ന്. മറ്റൊരാൾ പറയുന്നു വൃത്തികെട്ട പണി നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന്. ഇത് രണ്ടും ഒരേ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 30 വർഷമായിട്ട് ചെയ്യുന്ന വൃത്തികെട്ട പണിയിൽ ഒന്ന്, ഡേർട്ടി പ്ലേയുടെ ഒന്നാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിനെ മറ്റൊരാൾ വിശേഷിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം എന്ന്. അതായത് അവർ സ്വാതന്ത്ര്യ സമരം എന്ന് കണക്കാക്കുന്നത് വൃത്തികെട്ട പരിപാടിയാണ് എന്നാണല്ലോ അതൊന്നും വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുക. അതായത് ഇതിപ്പോൾ നിരപരാധികളെ വെടിവെച്ച് കൊള്ളുന്നതാണോ സ്വാതന്ത്ര്യ സമരം? അതായത് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന അതിസങ്കീർണവും അതിബൃഹത്വമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന മനുഷ്യരാണ് ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ഇപ്പോഴത്തെ എല്ലാ ആളുകളും. ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച വരുമ്പോഴും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ തർക്കിക്കുമ്പോഴും സ്വാതന്ത്ര്യ സമരം ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളുടെ ഉള്ളിൽ പോലും ഉണർന്നു വരുന്നതാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ പോയിട്ട് വെടിവെക്കുന്നതാണോ? അതായത് ഒരു കുന്നിലേക്ക് ഒഴിവ് ദിവസം ചെലവിടാൻ ആഘോഷപൂർവ്വമായിട്ട് കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ, വൃദ്ധരും ചെറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം വന്നിരിക്കുന്നിടത്ത് എന്നിട്ട് ഈ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊള്ളുന്നതാണോ സ്വാതന്ത്ര്യ സമരം? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനത് പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നേതാവിന് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ വെടിവെച്ചത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത്രയ്ക്ക് അപക്വമതികളായിട്ടുള്ള വൃത്തികെട്ടവരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അവിടെ ഈ ഘട്ടത്തിൽ പോലും ഉള്ളത് എന്ന് പറഞ്ഞാൽ അധികമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഈ വൃത്തികെട്ട പരിപാടി ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നു, മറ്റു പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവിടെ ഈ തീവ്രവാദികളെ അവരുടെ ഹബ്ബുകളിൽ നിന്ന് വിരിയിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തും നമ്മുടെ നാട്ടിലെ പോലെ വളരെ നല്ല മനുഷ്യർ സമാധാനപൂർണ്ണമായിട്ടും അവരവരുടെ ദൈനംദിന ജീവിതം മറികടന്നിട്ടും പോകുന്നുണ്ട്. അവിടെ കവികളും കലാകാരന്മാരും പാട്ടുകാരും സിനിമാക്കാരും എല്ലാം ഉണ്ട്. പലതരത്തിൽ ആ രാജ്യത്തെ ആകെയല്ല, പക്ഷേ ഈ രാജ്യം നയിക്കുന്ന ആളുകൾ നിശ്ചയമായിട്ടും അതിനെ തീവ്രവാദികൾക്ക് എല്ലാ പരിപാടികളും ചെയ്യാൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം നടത്താൻ ഇവരുണ്ട്, അപ്പുറത്ത് ബംഗ്ലാദേശ് ചെന്ന് പ്രശ്നം നടത്താൻ അവരുണ്ട്, ഇന്ത്യയിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ അവരുണ്ട്, അമേരിക്കയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കാൻ പോലും, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കാൻ പോലും അവിടുത്തെ തീവ്രവാദികളെ സഹായിക്കുകയാണ് ഈ സർക്കാരുകൾ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് നിർത്തണം എന്ന തോന്നലല്ല അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട്, ഇന്ത്യ വിരുദ്ധ സംഗതികൾ കൊണ്ട് എങ്ങനെയാണ് തങ്ങൾക്കൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് അതിനുവേണ്ടി നിൽക്കുന്ന നേതാക്കളെ നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പല സ്വരങ്ങൾ വരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോൾ, മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെന്ന പോലെ ഡോൺ ന്യൂസ് ഇന്നലെയും വായിച്ചു. അവർ ഡോണിൻ്റെ എഡിറ്റോറിയൽ വളരെ ശക്തമായിട്ട് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവസാന ലൈൻ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു ഹാൻഡിൽ ഇന്ത്യൻ പ്രൊവോക്കേഷൻസ് ഇൻ എ മെഷേർഡ് മാനർ എന്നാണ്. അതായത് ഇതിനകത്തുള്ള സെൻറ്റൻസുകൾ മുഴുവൻ ഒരു ഡിപ്ലോമാറ്റിക് ലൈനിൽ നോക്കിയാൽ ആ നിലക്ക് തന്നെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ പ്രയോഗിക്കപ്പെടുക. ഇപ്പോൾ പക്ഷേ ഇതിനകത്ത് മാത്രം ഹർഷൻ, പാകിസ്ഥാൻ മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു ഹാൻഡിൽ ഇന്ത്യൻ പ്രൊവോക്കേഷൻസ് ഇൻ എ മെഷേർഡ് മാനർ എന്നതിലെ മെഷേർഡ് മാനർ ഡിപ്ലോമാറ്റിക്കായിട്ട് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിലും അവർക്കറിയാം, മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന, അല്ലെങ്കിൽ അവരത് എഴുതുകയില്ലായിരിക്കാം, പക്ഷെ അവർക്കറിയാം മെഷേർഡ് മാനർ എന്ന് വെച്ചാൽ അവർ അവിടെ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ കൃത്യമായിട്ടും കാര്യങ്ങളെ നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ അതിശക്തമായിട്ട് അടിക്കും, അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ പൊതിഞ്ഞു മാധ്യമങ്ങൾ നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരെല്ലാവരും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ വളരെ ഗൗരവതരമായിട്ടൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്, അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് പ്രധാനമായിട്ടും ഒരു കാർഷിക രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ആ ഭാഗത്തൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് മാധ്യമങ്ങൾ പൊതിഞ്ഞ ഭാഷയിലൂടെയാണെങ്കിലും ഇത് കുറെ കൂടെയൊക്കെ ഗൗരവത്തോടെ കാര്യങ്ങൾ പരിശോധിക്കണം കേട്ടോ, ഇന്ത്യയോട് വലിയ യുദ്ധത്തിന് പോയേക്കരുത് എന്ന മട്ടിൽ രാഷ്ട്ര നേതാക്കൾക്ക്, ഈ പലതരത്തിൽ അപക്വമതികളായിട്ട് പലതായിട്ട് പെരുമാറുന്ന ഈ രാഷ്ട്ര നേതാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും എന്ന തോന്നൽ കൂടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ എനിക്കുണ്ടായി. നിശ്ചയമായിട്ടും അത് എന്താണ് കാലത്തിൻ്റെ ചുവരെഴുത്ത് എന്നത് മനസ്സിലാക്കിയിട്ട് പാകിസ്ഥാൻ പെരുമാറിയിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഇന്ത്യൻ അടിയിൽ അവർ ചെതറിപ്പോവുകയുള്ളൂ എന്നവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതിലൊരു കാര്യം കൂടിയുണ്ട് സനീഷ, ഈ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ പ്രേരണയാൽ ഈ വൃത്തികെട്ട പണി ഞങ്ങൾ കുറേ കാലമായി ചെയ്യുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രസ്താവിക്കുന്നത് മറ്റൊരു തരത്തിൽ തന്ത്രപരമായി കൂടിയാണ് എന്ന് വേണം കരുതാൻ. കാരണം മുമ്പ് അമേരിക്ക വലിയ പിന്തുണയാണ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ പിന്തുണ ആദ്യ പരിഗണന പാകിസ്ഥാന് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോൾഡ് വാറിൻ്റെ ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അന്ന് മുതൽ അങ്ങനെയാണ് അമേരിക്കയുടെ ഒരു താല്പര്യം എപ്പോഴും പാകിസ്ഥാനോടാണ് എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പുതിയ കാലത്ത് ആ സാഹചര്യത്തിന് കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ പറഞ്ഞു വയ്ക്കുന്ന വിഷയങ്ങൾ കുറേ കൂടി വിശ്വാസത്തിലെടുക്കാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറാകുന്ന ഒരു സ്ഥിതിയുണ്ട്.
അതിനേക്കാൾ ഉപരി വാണിജ്യ താല്പര്യങ്ങൾ, ഈ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം വാണിജ്യ താല്പര്യങ്ങൾ ഇന്ത്യയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം സംശയത്തിൽ ഒറ്റയടിക്ക് നിർത്തുക, അല്ലെങ്കിൽ അത് ഈ ഘട്ടത്തിൽ എടുത്ത് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് ഒരു തന്ത്രപരമായ നിലപാടായി കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യക്ക് അതായത് അവിടെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയൊക്കെ പറയുകയാണല്ലോ, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി പറയുകയാണല്ലോ, ഇത് അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെന്ന്. അമേരിക്കയ്ക്ക് എങ്ങനെയാണ് ഒറ്റയടിക്ക് ഇന്ത്യക്ക് പിന്തുണയുമായി ഇപ്പോൾ വരാൻ കഴിയുക, അല്ലെങ്കിൽ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡയലോഗ് ഇനി എങ്ങനെയായിരിക്കും എന്നതൊക്കെ സംശയത്തിലാഴ്ത്തുന്ന തരത്തിലാണ് ആ പ്രസ്താവന അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്ത്രപരമായി തന്നെയാണ് അവർ നീങ്ങുന്നത്. പക്ഷേ ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവനകളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. RDX ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. പരാജയപ്പെട്ടൊരു ദേശരാഷ്ട്രമാണ് പാകിസ്ഥാൻ. അതിർത്തിക്ക് പുറം നുഴഞ്ഞു കയറാൻ കൂലിപ്പടയ്ക്ക് ആയുധവും ആശയവും നൽകി പോറ്റി വളർത്തി ഭീകരത ഇന്ധനമാക്കി കാലക്ഷേപം നടത്തുന്ന നേതൃത്വമാണ് കാലാകാലമായി ആ രാജ്യത്തിൻ്റേത്. ചൊവ്വാഴ്ചത്തെ അരുംകുരുതിയുടെ നെറുകെട്ട രചന പാകിസ്ഥാനാണെന്ന ഇന്ത്യൻ നിലപാടിന് അടിവരയിടുന്ന പ്രസ്താവനകളാണ് ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ബഹളമുണ്ടാക്കി ശ്രദ്ധ തിരിക്കുന്ന കവലച്ചട്ടമ്പിയെ പോലെ ഒരു രാജ്യം പെരുമാറുന്നത് അന്താരാഷ്ട്ര സമൂഹം കാണുന്നുണ്ട്. 26 ജീവൻ പൊലിഞ്ഞ പെരും ദുഃഖത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിന് മുന്നിലെ ഈ വകതിരിവില്ലാത്ത പെരുമാറ്റം തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണെന്ന് RDX കരുതുന്നു. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും തിരുത്താനുള്ളിടത്തത് തിരുത്തു വേണമെന്ന ആവശ്യവുമൊക്കെ രാജ്യം അകമേ ഉയർത്തിയെന്നിരിക്കും. പക്ഷേ മാന്യതയില്ലാത്ത അയൽക്കാരൻ്റെ ഈ ധാർഷ്ട്യം നേരിടാൻ ഇന്ത്യ ഒന്നായി സർക്കാരിന് പിന്നിൽ ഒന്നിച്ചു നിൽക്കും. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും ഇവിടെ നമുക്കൊക്കെ ഒപ്പം തന്നെയായിരിക്കും.